വളമിട്ടിളക്കി കഴിഞ്ഞാൽ വളം ഇട്ട് നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആ കുഴിയെ നമ്മൾ പുതപ്പിക്കണം. നമ്മളിവിടെ കാടെല്ലാം കൃഷിസ്ഥലത്തുള്ള കാടെല്ലാം വെട്ടി ഇങ്ങനെ പുതപ്പിച്ചു കൊടുക്കുക. പുതപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ മണ്ണൊലിപ്പുണ്ടാവില്ല, മണ്ണൊലിച്ചു പോവില്ല, വളമെല്ലാം അവിടെ കിടക്കും. പിന്നെ മറ്റൊരു ഉപയോഗമുള്ളത്, വേനൽക്കാലമാണെങ്കിൽ നമ്മൾ പയറിനൊക്കെ ഒരു 2 ദിവസത്തിലൊരിക്കൽ നനച്ച് കൊടുത്താൽ മാത്രം മതി. 2 ദിവസത്തിലൊരിക്കൽ നനച്ചാൽ മാത്രം മതി. അതിൻ്റെ ചെടിയുടെ മൂട്ടിൽ നനവ് നിൽക്കും. നനവേ പാടുള്ളൂ. വെള്ളം കണ്ടമാനം ഒരു കാരണവശാലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത്. ചെടിയുടെ മൂട്ടിൽ എപ്പോഴും നനവുണ്ടായിരിക്കണം. ചെടിയുടെ തലപ്പ് നനയ്ക്കാൻ പാടില്ല. തലപ്പ് നനച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഫംഗസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ചെടിയുടെ ചുവട് മാത്രമേ നനയ്ക്കാൻ പാടുള്ളൂ, നനവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കണ്ടമാനം വെള്ളം ഒഴിച്ച് ചെടി വേഗം വളരുമെന്ന് പറഞ്ഞ് ആരും അതിന് കണ്ടമാനം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നനവ് എപ്പോഴും ഈർപ്പം നിൽക്കണം. അതാണ് ചെടിക്ക് ആവശ്യം. അതാണ് നല്ല ആരോഗ്യത്തോടു കൂടി ചെടി വളരാൻ നല്ലത്. ഈർപ്പം നിർത്തുക. ഈർപ്പം മണ്ണിൽ നിലനിർത്തിയാൽ ചെടിക്ക് പുഷ്ടിയോടുകൂടി കിടക്കുന്ന ആഹാരം വലിച്ചെടുത്ത് ചെടി പുഷ്ടിയോടുകൂടി വളരും. അങ്ങനെ വേണം ചെയ്യേണ്ടത്. അതാണ് എൻ്റെ കൃഷി രീതി.